കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ വാങ്ങിച്ചപ്പോൾ ഞാനൊരു ലെമൺ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോയത്. പക്ഷേ ചിക്കൻ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഒരു പ്രഷർ കുക്കർ ബിരിയാണി ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ചിക്കൻ ഇരിക്കുകയാണ്, അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അന്നത്തെ ആ ലെമൺ പെപ്പർ ചിക്കൻ ഇന്ന് ഉണ്ടാക്കാം, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇത് 1 കിലോ തികച്ചില്ല. ഞാൻ അന്ന് എടുത്ത ചിക്കൻ്റെ ബാക്കി ഇരിക്കുന്നതാണിത്. അപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു ഇത്രയും കുരുമുളക് കൂടെ ചതച്ചതാണിത്. കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ഒരു 2 ടീസ്പൂൺ നാരങ്ങ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഞാൻ ഇതിലിട്ടിരിക്കുന്ന ഒന്നുകൂടെ പറയാം: 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു ഇത്രയും കുരുമുളക്, എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത്, ഉപ്പ്. ഇത്രയാണ്. ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടൊരു 1 hour വയ്ക്കാം. 1/2 hour to 1 hour വയ്ക്കണം. ഇത്രയും ഗരം മസാല കൂടെ ആണ്. ലെമൺ പെപ്പർ ചിക്കൻ ഒരു സ്റ്റാർട്ടറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഞാനിപ്പോൾ ഗീ റൈസിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവിയും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിക്കുള്ള സാധനങ്ങളുടെ പ്രിപ്പറേഷനാണ്. കുറച്ച് സവാള, ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂ നട്ട്സ്, പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല, കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടെ ഉണ്ട്. അപ്പോൾ അത് മൂന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ഇടുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഒരുപാടൊന്നും വഴണ്ട് പോകണ്ട. ഒരു ഹാഫ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ ബാക്കിയുണ്ടായിരുന്ന ജിഞ്ചർ ഗാർലിക് പെപ്പർ, പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് ചതച്ച് വെച്ച പേസ്റ്റും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ വെച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഈ ഒരു പരുവാകുമ്പോൾ ഓഫ് ചെയ്യാണ്. മിക്സ്ചർ ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 40 minutes ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ചായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
രണ്ട് സൈഡും ഒരേപോലെ ബ്രൗൺ ആയിട്ട് വരാൻ നോക്കണം. ചിക്കൻ ഇപ്പോൾ നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്നല്ലോ സവാള, കാഷ്യൂനട്ട്, അതിൻ്റെ പേസ്റ്റ് ഇടുക. ഈ ക്ലിപ്പിൻ്റെ വോയിസ് എവിടെ പോയി എന്ന് എനിക്കറിയില്ല. ആ പേസ്റ്റ് നമ്മൾ ഈ ചിക്കനിലേക്ക് ഇട്ട് ആ ചിക്കനിലേക്ക് ആ പേസ്റ്റ് ഒന്ന് കവറായി ഒന്ന് പുരണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റണം. ഇനി ഇതിന് എരി അനുസരിച്ച് പച്ചമുളക് ഇടുക. എനിക്ക് നല്ല എരി വേണം. ഇതിലിപ്പോൾ എനിക്ക് പെപ്പറിൻ്റെ സ്പൈസിനെസ് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാനൊരു 4 ഗ്രീൻ ചില്ലി ഇട്ടു. ചിലപ്പോൾ ഞാൻ 2 കൂടെ ഇടും ഇനിയും. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഗ്രേവി വേണമെന്ന്. നേരത്തെ അരച്ച് വെച്ച ആ മിക്സിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ആ മാരിനേഡും കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ചുണ്ടായിരുന്നു, അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലാസ്റ്റിൽ ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇടുകയാണ്. കുറച്ച് പെപ്പർ പൗഡറും മല്ലിയിലയും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വേർഷൻ ഓഫ് ലെമൺ പെപ്പർ ചിക്കൻ വിത്ത് ഗ്രേവി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ